നമസ്കാരം. ശ്രീസ് ലേണിംഗിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2024ലെയും 2025ലെയും കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് KV രാമകൃഷ്ണനും ഏഴാഞ്ചേരി രാമചന്ദ്രനും. 2024ലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരൊക്കെയാണ്? KV രാമകൃഷ്ണനും ഏഴാഞ്ചേരി രാമചന്ദ്രനും. കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പിയാണ്. കവിത മുരിങ്ങവാഴ കറിവേപ്പ്. കവിതാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പിയാണ്. കവിത മുരിങ്ങ വാഴ കറിവേപ്പ്. നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് GR ഇന്ദുഗോപൻ. നോവൽ ആനോ. അപ്പോൾ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് GR ഇന്ദുഗോപനാണ്. നോവൽ ആനോ. അപ്പോൾ ആനോ എന്ന നോവൽ ആരുടേതാണ്? GR ഇന്ദുഗോപൻ. 2024ലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരൊക്കെയാണ്? KV രാമകൃഷ്ണനും ഏഴാഞ്ചേരി രാമചന്ദ്രനും. കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പിയാണ്. കവിത മുരിങ്ങ വാഴ കറിവേപ്പ്. നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് GR ഇന്ദുഗോപനാണ്. നോവൽ ആനോ. ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് V ഷിനിലാലാണ്. ചെറുകഥാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് V ഷിനിലാൽ. ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് V ഷിനിലാലിന് ചെറുകഥാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് EN ഷീജയാണ്. ബാലസാഹിത്യ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹയായതാരാണ്? EN ഷീജ. കൃതി അമ്മ മണമുള്ള കനിവുകൾ. അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതി ആരുടേതായ ആണ്? EN ഷീജയുടേതാണ്. 2025 ജൂണിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് ലെവോട്ടോബി. മൗണ്ട് ലെവോട്ടോബി. 2025 ജൂണിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവോട്ടോബി എന്നത്. UN പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാകും? 146 കോടിയാണ് 2025 ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്, 141 കോടി. UN പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാകുമെന്നാണ്? 146 കോടിയാകുമെന്നാണ്. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്, 141 കോടി. 2025 ജൂണിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് ലെവോട്ടോബി. അപ്പോൾ മൗണ്ട് ലെവോട്ടോബി എന്ന അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിലാണ്. ഡ്രോൺ ആക്രമണങ്ങളെ തടയുവാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഭാർഗവാസ്ത്ര. ഡ്രോൺ ആക്രമണങ്ങളെ തടയുവാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. എന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ? എന്താണ്? ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. തദ്ദേശീയമായി വ്യോമസേനയ്ക്കു വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മിസൈലാണ് ഗാന്ധീവ. അപ്പോൾ എന്താണ് ഗാന്ധീവ? തദ്ദേശീയമായി വ്യോമസേനയ്ക്കു വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മിസൈലാണ് ഗാന്ധീവ. ഡ്രോൺ ആക്രമണങ്ങളെ തടയുവാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്ര. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. തദ്ദേശീയമായി വ്യോമസേനയ്ക്കു വേണ്ടി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഗാന്ധീവ. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെട്ടത്?
ഓപ്പറേഷൻ സിന്ധു. എന്താണ് ഓപ്പറേഷൻ സിന്ധു? ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? MS ധോണി. 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? MS ധോണി. 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുഷ്കോടിയിലാണ്. എവിടെയാണ്? ധനുഷ്കോടി. ജില്ല രാമനാഥപുരം. ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുഷ്കോടിയിലാണ്. ഏത് ജില്ലയിലാണ് ധനുഷ്കോടി? രാമനാഥപുരം ജില്ലയിലാണ്. അടുത്തത്, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം. നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായിട്ടുള്ള വാർഡുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ വാർഡുകളുടെ എണ്ണമല്ല, സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ എണ്ണം എത്രയാണ്? 3662 വാർഡുകളാണ്. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ എണ്ണം എത്രയാണ്? 3662. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളുമായിട്ടുള്ള വാർഡുകളുടെ എണ്ണം എത്രയാണ്? 3662. 2026 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ജപ്പാനിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര, കൊല്ലം ജില്ലയിലാണ്. 77ാമത് 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശാണ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ് കുഫ്രി ഉദയം. അപ്പോൾ കുഫ്രി ഉദയ് എന്താണ്? ഒരു സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയം. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് പഞ്ചായത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ്. അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? അരുൺ യോഗിരാജ്. അരുൺ യോഗിരാജാണ് അയോധ്യയിലെ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി. അപ്പോൾ കുഫ്രി ഉദയം എന്താണ്? ഒരു സങ്കരയിനം ഉരുളക്കിഴങ്ങാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് പഞ്ചായത്ത്. അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? അരുൺ യോഗിരാജ്.
ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം എത്ര ലക്ഷം രൂപയാണ് പ്രതിവർഷം ആരോഗ്യ സംരക്ഷണ പദ്ധതി പ്രകാരം നൽകുന്നത്? ചികിത്സയ്ക്കായിട്ട് 5 ലക്ഷം രൂപയാണ് നൽകുന്നത്. എത്ര ലക്ഷം രൂപയാണ്? 5 ലക്ഷം രൂപയാണ് നൽകുന്നത്. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം സ്വീഡനാണ്. അപ്പോൾ വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ. 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ചികിത്സയ്ക്കായി എത്ര ലക്ഷം രൂപയാണ് നൽകുന്നത്? 5 ലക്ഷം രൂപയാണ് നൽകുന്നത്. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ. 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലത്താണ്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ. കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അതിരാണി. അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ പുഷ്പം ഏതാണ്? അതിരാണി. കോഴിക്കോട് ജില്ലയുടെ പക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മേനിപ്പൊന്മാൻ. കോഴിക്കോട് ജില്ലയുടെ പക്ഷിയായിട്ട് തിരഞ്ഞെടുത്തത് മേനിപ്പൊന്മാനാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലം. കോഴിക്കോട് ജില്ലയുടെ പുഷ്പം ഏതാണ്? അതിരാണി. കോഴിക്കോട് ജില്ലയിലെ പക്ഷി മേനിപ്പൊന്മാൻ. എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത? എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൻസിൻ ആങ്മോ. ഹിമാചൽ പ്രദേശിലെ ചോൻസിൻ ആങ്മോ. അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ചോൻസിൻ ആങ്മോ, ഹിമാചൽ പ്രദേശ്. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ജാസ്മിൻ പൗളിനി. ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനിയാണ്. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ജാസ്മിൻ പൗളിനിയാണ്, ഇറ്റലി. കൊക്കോ ഗൌഫിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ജാസ്മിൻ പൗളിനി കിരീടം നേടിയത്. അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ചോൻസിൻ ആങ്മോ. എവിടത്തെയാണ്? ഏത് സംസ്ഥാനത്തുള്ളതാണ്? ഹിമാചൽ പ്രദേശ്. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ജാസ്മിൻ പൗളിനിയാണ്, ഇറ്റലി. ആരെയാണ് പരാജയപ്പെടുത്തിയത്? കൊക്കോ ഗൌഫിനെയാണ് പരാജയപ്പെടുത്തിയത്. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക് പദ്ധതി. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണേത്? ബന്ധു ക്ലിനിക് പദ്ധതി. അപ്പോൾ എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക് പദ്ധതി. ഇത് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള പാൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയ ലോക പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ ആരാണ്? ജാഫർ പനാഹി. സിനിമ
ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഇതാണ് ജാഫർ പനാഹിയുടെ സിനിമയാണിത്. 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള പാൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയ ലോക പ്രശസ്ത ഇറാനിയൻ സംവിധായകനാരാണ്? ജാഫർ പനാഹിയാണ്. സിനിമ ഏതാണ്? ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജൈവ വൈവിധ്യ ദിനം എന്നാണ് ജൈവ വൈവിധ്യ ദിനം? മെയ് 22. മെയ് 22ന്റെ പ്രത്യേകത എന്താണ്? ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22. 2025 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവും സുസ്ഥിര വികസനവും. എന്താണ്? പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവും സുസ്ഥിര വികസനവും എന്നതാണ് 2025 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. 2024 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പദ്ധതിയുടെ ഭാഗമാകൂ എന്നുള്ളതാണ് 2024 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. എന്നാൽ 2025 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവും സുസ്ഥിര വികസനവും. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയാഞ്ചല ഹംഗ്രിയ. ബ്രസീലിന്റെ മരിയാഞ്ചല ഹംഗ്രിയയ്ക്കാണ് 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത്. 1987 പ്രഥമ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥന് ആദ്യത്തെ ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് എന്നാണ്? 1987 അപ്പോൾ ആദ്യത്തെ ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയാഞ്ചല ഹംഗ്രിയ, ബ്രസീൽ. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു. സഹോദരൻ അയ്യപ്പന്റെ സഹോദരിയും പൊതുപ്രവർത്തകയുമാണ് ആര്? തപസ്വിനി അമ്മ. ഈ തപസ്വിനി അമ്മയെ കുറിച്ചുള്ള പുസ്തകമാണ് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം. ഇതാരാണ് എഴുതിയത്? MK സാനു. അപ്പോൾ 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയാഞ്ചല ഹംഗ്രിയ, ബ്രസീല്. പ്രഥമ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. 1987 തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനുവാണ്. സഹോദരൻ അയ്യപ്പന്റെ സഹോദരിയും പൊതുപ്രവർത്തകയുമാണ് ആര്? തപസ്വിനി അമ്മ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 മെയ്യിൽ 121ാമത് വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന ഏത്? ഫിഫയാണ്. 2025 മെയ്യിൽ 121ാമത് വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഫിഫയാണ്. അപ്പോൾ ഫിഫയുടെ 121ാമത് വാർഷികമാണ് 2025 മെയ്യിൽ ആഘോഷിച്ചത്. ഇത് ആരംഭിച്ചതെന്നാണ്? 1904 മെയ് 21 ഫിഫ ആരംഭിച്ചത്. അംഗരാജ്യങ്ങൾ എത്രയുണ്ട്? 211 അംഗരാജ്യങ്ങളാണ് ഫിഫയിൽ ഉള്ളത്. അപ്പോൾ ഫിഫ ആരംഭിച്ചത് 1904 മെയ് 21 2025 121ാമത് വാർഷികമാണ് ആഘോഷിച്ചത്. ഫിഫയിലെ അംഗങ്ങൾ എത്രയാണ്? 211 അംഗരാജ്യങ്ങളാണ് ഫിഫയിൽ ഉള്ളത്. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടനയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം എന്ന നേട്ടം തുടർച്ചയായി 3ാം തവണയും സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം എന്ന നേട്ടം തുടർച്ചയായി 3ാം തവണയും സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. 2025 നവതി ആഘോഷിക്കുന്ന കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവനാണ്. അപ്പോൾ നവതി എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 90 വർഷമാണ് നവതി. അപ്പോൾ 2025 നവതി ആഘോഷിക്കുന്ന കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്?
സി കേശവനാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CP രാമസ്വാമി അയ്യർക്കെതിരെ 1935 മെയ് 11 നടന്ന പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം എന്നാണ്? 1935 മെയ് 11 കോഴഞ്ചേരി പ്രസംഗം. സി കേശവൻ ആർക്കെതിരെയാണ് പ്രസംഗം നടത്തിയത്? CP രാമസ്വാമി അയ്യർക്കെതിരെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് 1935 മെയ് 11 സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. ഈ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ 90ാമത് വർഷമാണ് 2025 ആഘോഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദമയന്തി പ്രധാന കഥാപാത്രമാകുന്ന അഖേദ എന്ന നോവൽ രചിച്ചത് ആരാണ്? OS പ്രിയദർശനാണ്. അപ്പോൾ ദമയന്തി പ്രധാന കഥാപാത്രമാകുന്ന അഖേദ എന്ന നോവൽ രചിച്ചത് ആരാണ്? OS പ്രിയദർശനൻ. സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് AI പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് സാരഥി ആരംഭിച്ചത്? ഹരിയാന. അപ്പോൾ സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് AI പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് സാരഥി ആരംഭിച്ചത്? ഹരിയാന. അപ്പോൾ അഖേദ എന്ന നോവൽ ആരുടേതാണ്? OS പ്രിയദർശന്റേതാണ്. ആരാണ് കഥാപാത്രം? ഏതാണ്? ദമയന്തി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യ ഏതു രാജ്യത്തിന്റെ പക്കൽ നിന്നാണ് ഇഗ്ല-S എന്ന വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്വന്തമാക്കിയത്? റഷ്യ. അപ്പോൾ ഇന്ത്യ ഏതു രാജ്യത്തിന്റെ പക്കൽ നിന്നാണ് ഇഗ്ല-S വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്വന്തമാക്കിയത്? റഷ്യ. കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ശുചിത്വ സാഗരം സുന്ദരതീരം. എന്താണ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി? കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം. 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം 5ാം തവണയും നേടിയത് ആരാണ്? ചൈനയുടെ ജു വെൻചുൻ. ചൈനയുടെ ജു വെൻചുൻ 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം 5ാം തവണയും നേടിയത് ആരാണ്? ജു വെൻചുൻ, ചൈന. അപ്പോൾ ഇന്ത്യ ഏതു രാജ്യത്തിന്റെ പക്കൽ നിന്നാണ് ഇഗ്ല-S വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്വന്തമാക്കിയത്? റഷ്യ. കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ശുചിത്വ സാഗരം സുന്ദരതീരം. 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം 5ാം തവണയും നേടിയത് ആരാണ്? ജു വെൻചുൻ, ചൈന. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. UPSCയുടെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. UPSC ചെയർമാൻ ആരാണ്? ഡോക്ടർ അജയ് കുമാർ. 2025 മെയ്യിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപരേഖ പ്രഖ്യാപിച്ച അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് ഗോൾഡൻ ഡോം. അപ്പോൾ എന്താണ് ഗോൾഡൻ ഡോം? 2025 മെയ്യിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപരേഖ പ്രഖ്യാപിച്ച അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമാണിത്, ഗോൾഡൻ ഡോം. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ്. അപ്പോൾ പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ കൗൺസിലിലേക്ക് നിയമിതയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ഉപാസന മഹന്ത. കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ കൗൺസിലിലേക്ക് നിയമിതയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഉപാസന മഹന്ത. കാനഡയുടെ വിദേശകാര്യമന്ത്രിയായ ഇന്ത്യൻ വംശജ ആരാണ്? അനിത ആനന്ദ്. കാനഡയുടെ വിദേശകാര്യമന്ത്രിയായ ഇന്ത്യൻ വംശജ അനിത ആനന്ദ്. അപ്പോൾ പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ്. കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ കൗൺസിലിലേക്ക് നിയമിതയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഉപാസന മഹന്ത. കാനഡയുടെ വിദേശകാര്യമന്ത്രിയായ ഇന്ത്യൻ വംശജ ആരാണ്? അനിത ആനന്ദ്. വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് നാനോ. വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരെന്താണ്? നാനോ.
ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം S-400 സുദർശൻ ചക്ര, റഷ്യൻ നിർമ്മിതമായ S-400 സുദർശൻ ചക്രയാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം ഏതാണ്? S-400 സുദർശൻ ചക്ര. ലഹരിക്കെതിരെ മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കാസർഗോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്ര എന്താണ്? കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ്. അപ്പോൾ എന്താണ് കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് എന്നത്? ലഹരിക്കെതിരെ മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി ബ്രസീലാണ്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി ബ്രസീൽ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിത സഫ്രീന ലത്തീഫ്. ആരാണ്? സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്ക് ഒന്നുകൂടി നോക്കാം. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിത ആരാണ്? സഫ്രീന ലത്തീഫാണ്. വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരെന്താണ്? നാനോ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം എന്താണ്? S-400 സുദർശൻ ചക്രയാണ്. ഇത് റഷ്യൻ നിർമ്മിതമാണ്. ലഹരിക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കാസർഗോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്ര എന്തായിരുന്നു? കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി എവിടെയാണ്? ബ്രസീൽ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപകയാരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ശുചിത്വ സാഗരം സുന്ദര തീരം. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. കാനഡയുടെ വിദേശകാര്യമന്ത്രിയായ ഇന്ത്യൻ വംശജയാര്? അനിത ആനന്ദ്. 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം 5ാം തവണയും നേടിയത് ആരാണ്? ജു വെൻചൂൻ, ചൈന. ദമയന്തി പ്രധാന കഥാപാത്രമാവുന്ന അഖേദ എന്ന നോവൽ രചിച്ചത് ആരാണ്? OS പ്രിയദർശനൻ. സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് AI പ്രവർത്തിക്കുന്ന ചാറ്റ്ബോട്ട് സാരഥി ആരംഭിച്ചത്? ഹരിയാന. അപ്പോൾ ഫിഫ എന്നാണ് ആരംഭിച്ചത്? 1904 മെയ് 21-നാണ്. ഫിഫയിലെ അംഗരാജ്യങ്ങൾ എത്ര? 211. 2025 ഫിഫയുടെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 121. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം എന്നായിരുന്നു? 1935 മെയ് 11-നാണ് കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം ആരാണ് നടത്തിയത്? C കേശവനാണ്. ആർക്കെതിരെയാണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CP രാമസ്വാമി അയ്യർക്കെതിരെയാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. 2025 കോഴഞ്ചേരി പ്രസംഗത്തിന്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 90ാമത് വാർഷികം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം എന്ന നേട്ടം തുടർച്ചയായി 3ാം തവണയും സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് മരിയാഞ്ചല ഹംഗ്രിയ. ആദ്യത്തെ ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
ഡോക്ടർ MS സ്വാമിനാഥനാണ്. എന്നാണ് 1987. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? മഞ്ചപ്പാലം, കണ്ണൂർ. കോഴിക്കോട് ജില്ലയുടെ പക്ഷി മേനിപ്പൊന്മാൻ. കോഴിക്കോട് ജില്ലയുടെ പുഷ്പം അതിരാണി. 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള പാംഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയ ലോക പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ ആരാണ്? ജാഫർ പനാഹി. ബന്ധു ക്ലിനിക് പദ്ധതി എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ഇത് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ജൈവ വൈവിധ്യ ദിനം എന്ന് മെയ് 22. 2025 ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവും സുസ്ഥിര വികസനവും എന്നതാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കരയിന ഉരുളക്കിഴങ്ങ് ഏതാണ്? കുഫ്രി ഉദയ്. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയൻകീഴ് പഞ്ചായത്ത്, തിരുവനന്തപുരം. 2026 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ്? ജപ്പാനിലാണ്. കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം 600.15 കിലോമീറ്റർ. മൗണ്ട് ലെവോട്ടോബി അഗ്നിപർവ്വതം എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. UN പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ 146 കോടി. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സിന്ധു. നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ എണ്ണം എത്രയാണ്? 3662. ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വി ഷിനിലാലാണ്. ചെറുകഥ ഏതാണ്? ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? EN ഷീജയ്ക്കാണ്. കൃതി അമ്മ മണമുള്ള കനിവുകൾ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരൊക്കെയാണ്? KV രാമകൃഷ്ണനും ഏഴാഞ്ചേരി രാമചന്ദ്രനുമാണ്. കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അനിത തമ്പിയാണ്. കവിത ഏതാണ്? മുരിങ്ങ വാഴ കറിവേപ്പ്. നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? GR ഇന്ദുഗോപനാണ്. നോവൽ ഏതാണ്? ആനോ. ഡ്രോൺ ആക്രമണങ്ങളെ തടയുവാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്രം. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. തദ്ദേശീയമായി വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മിസൈൽ ഗാന്ധീവ. 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരമാരാണ്? MS ധോണിയാണ്. 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ധനുഷ്കോടിയിലാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.